നമ്മുടെ യൂറോപ്പ് ട്രിപ്പിന് 3-ാം ദിവസമാണ്. അതിരാവിലെ ഞാൻ എണീറ്റു, ചെക്കൗട്ട് ചെയ്തു. വൺസ് നമ്മൾ ഷെങ്കൻ കൺട്രീസിൽ എൻട്രി ആയി പിന്നെ വലിയ കൂടുതൽ ചെക്കിംഗ് ഒന്നും എയർപോർട്ടിലില്ല. ഓടിച്ചാടി ഒരു KSRTC ബസ്സിൽ കയറിയതുപോലെയായിരുന്നു. പക്ഷേ നമ്മൾ പോകുന്ന സ്ഥലം അത്ര നിസ്സാരക്കാരനല്ല. ഒറ്റ പേര് സ്വിറ്റ്സർലാൻഡ്. ഈ നാടെന്താണെന്നുള്ള ഒരു ചെറിയ ഹിന്റ് നമുക്ക് എയർപോർട്ടിൽ നിന്ന് കിട്ടും. എയർപോർട്ടിന്റെ ഒരു സെക്ഷൻ റെന്റ് കാറിന് വേണ്ടിയാണ്. ഇവർ തരുന്നതിന് പുറമെ ഒരു ഫുൾ ബോഡി ഇൻഷുറൻസ് കവറേജ് നമ്മൾ തീർച്ചയായിട്ടും എടുക്കണം. കാരണം നമുക്ക് കിട്ടുന്ന വണ്ടി കൂട്ട് അടിപൊളി വണ്ടിയാണ്. എന്തെങ്കിലും പറ്റിപ്പോയി ട്രൗസർ വള്ളി വരെ ഒരു വാങ്ങും. ഏറ്റവും വലിയ കോമഡി ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ്. അതിലുപരി ഞാൻ ഇതുവരെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ഓടിച്ചിട്ടേ ഇല്ല. അങ്ങനെ പേടിച്ച് വണ്ടി ഓടിച്ച് നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ റൂയിൻ വാട്ടർഫോൾ. അവിടെ കയറി ചെന്നപാടെ കണ്ടത് ഇന്ത്യൻ ഫുഡാണ്. ഇതൊക്കെ സ്വർണ്ണം പൂശിയാണോ ഉണ്ടാക്കിയെന്ന് നമ്മൾ ചോദിച്ചു പോകും. ഇവിടുത്തെ റേറ്റ് കണ്ടാൽ നോ കമന്റ്സ്. നമുക്കറിയാം സ്വിറ്റ്സർലാൻഡ് ആണ്, നല്ല എക്സ്പെൻസീവ് ആണ്. ഇങ്ങോട്ട് എൻട്രി ഫ്രീ ആണ്, പക്ഷേ ബോട്ട് സർവീസിന് നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം. ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കണ്ട് നമുക്ക് ഇത് വലിയ എക്സൈറ്റ്മെന്റ് ഒന്നും തോന്നിയില്ല. പക്ഷേ ഇവിടെ വരുന്ന ആൾക്കാർ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ ഒരു വാട്ടർഫോൾ. ഞങ്ങൾക്ക് ഉച്ച കഴിഞ്ഞാൽ അടുത്ത ഡെസ്റ്റിനേഷൻ ടിക്കറ്റ് കിട്ടിയത്. തിരിച്ച് വീണ്ടും സൂരജ്. ലിൻഡ് ഹോം ഓഫ് ചോക്ലേറ്റ്. ഇൻസ്റ്റാ റീൽസിൽ മാത്രം കണ്ടുകൊണ്ടിരുന്ന ഒരു സംഭവം നേരിട്ട് കാണുമ്പോൾ നമുക്ക് പിന്നെയും ഗൂസ് ബംസ്. സംഭവം കാണാൻ അടിപൊളിയാണ്. പക്ഷേ ഇത് യൂസ് ചെയ്തിരിക്കുന്ന സിമ്പിൾ ടെക്നിക്കാണ്. നമ്മുടെ നാട്ടിലെ അന്തരീക്ഷത്തിൽ നിന്ന് വെള്ളം വരുന്ന മാജിക് ടാപ്പിലെ അതാണ്. മ്യൂസിയത്തിന്റെ ഉള്ളിൽ കയറും മുമ്പ് നമുക്കൊരു ഓഡിയോ ഗൈഡ് കിട്ടും. നമ്മുടെ കയ്യിലുള്ള റിമോട്ട് ഇവിടെ ടാപ്പ് ചെയ്താൽ നമുക്ക് കേൾക്കാൻ പറ്റും എങ്ങനെയാണ് ഈ ചോക്ലേറ്റ് നിർമ്മാണം. അതോടൊപ്പം തന്നെ ഇവരുടെ ഹിസ്റ്ററി നമുക്കറിയാൻ പറ്റും. നമുക്കറിയാം കൊക്ക വെച്ചിട്ടാണ് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത്. അത് സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലാണ് ഇവിടുത്തെ മേക്കിംഗ്. 800കളുടെ അവസാനം തൊട്ട് ഇന്നീ കാണുന്ന ആധുനിക രീതിയിലുള്ള ഇവരുടെ ചോക്ലേറ്റ് മേക്കിംഗ് സ്റ്റൈൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ പിന്നെയുള്ള ഒരു സന്തോഷ വാർത്ത, നമുക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് കഴിക്കാം. ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു നല്ല സ്പോട്ടാണ്. മാക്സിമം യൂട്ടിലൈസേഷൻ റിസോഴ്സ് ആണ് ഇവിടെ സംഭവിക്കുന്നത്. നമുക്കിവിടെ 3 ടൈപ്പ് ചോക്ലേറ്റ് കാണാൻ പറ്റും. ആദ്യം കഴിച്ചത് മിൽക്കാണ്, രണ്ടാമത്തത് മീഡിയം, അടുത്തതാണ് ഡാർക്ക് ചോക്ലേറ്റ്. എനിക്ക് പേഴ്സണലി ഇഷ്ടം ഡാർക്ക് ചോക്ലേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ വീഡിയോ ഓഫ് ആക്കിയിട്ട് ഒരു 4-5 സ്പൂൺ ഞാൻ ഇതുപോലെ എടുത്ത് കഴിച്ചിട്ടുണ്ട്. മുന്നോട്ടുള്ള സുമുഖമായ യാത്രയ്ക്ക് ചോക്ലേറ്റ് അധികം കഴിക്കുന്ന ശരീരത്തിന് നല്ലതല്ല. അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ ആരെയും വെറുതെ തന്നാൽ പോലും നിങ്ങൾ ആവശ്യമുള്ളത് മാത്രം കഴിക്കുക. ആ മദാമ സ്പൂൺ പോലും കളയുന്നില്ല. അതാണ് ലിൻഡോറിന്റെ മാജിക്. ഇവരുടെ ചോക്ലേറ്റ് നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്ട്രോബെറി, കോക്കനട്ട്, ജിഞ്ചർ, ഓറഞ്ച് എല്ലാത്തിന്റെ ഒരു മോഡൽ ഇവിടെ കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ വേൾഡ് വൈഡ് ഡിസ്ട്രിബ്യൂഷൻ ഡീറ്റെയിൽസും കാണാം. മ്യൂസിയം കണ്ട് തിരിച്ച് താഴെ വരുമ്പോൾ നമുക്ക് ലിൻഡോറിന്റെ ഒരു വലിയ ഷോറൂം കാണാം. ഇവരുടെ എല്ലാ ടൈപ്പും ചോക്ലേറ്റ് ഇവിടെ ഉണ്ട്. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ദുബായ് സ്റ്റൈൽ ചോക്ലേറ്റും കാണാം. എന്തോ എനിക്ക് ആ ചോക്ലേറ്റ് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതാണ് കഴിക്കുന്ന വീഡിയോ ഇടാതിരുന്നത്. നമുക്ക് ആവശ്യമുള്ളവർക്ക് ഇവിടുന്ന് ചോക്ലേറ്റ് വാങ്ങാൻ പറ്റും. ഇവിടെ ഫ്രീ ആയിട്ടല്ല പൈസ കൊടുക്കണം. ഇത്രയും വെറൈറ്റി ഇവന്മാർക്കൊണ്ടെന്ന് ഇപ്പോൾ അറിഞ്ഞ്. ഈ കാണുന്ന ലെജൻസ് ആണ് ഈ ഒരു മാജിക് ഉണ്ടാക്കിയത്. അടുത്തത് നമ്മുടെ സ്റ്റേ. സൂരജിന് ഏകദേശം 2 മണിക്കൂർ ഡ്രൈവ് ഉണ്ട് നമ്മുടെ സ്റ്റേയിലേക്ക്. ഇത്രയും ദൂരത്ത് സ്റ്റേ എടുക്കാൻ മെയിൻ കാരണം സാമ്പത്തികം. അതോടൊപ്പം തന്നെ ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. എത്ര കണ്ടാലും മതി വരാത്തൊരു വല്ലാത്തൊരു ഭംഗിയാണ് ഈ ഒരു നാടിനുള്ളത്. വൈകിട്ടത്തെ ചായ എന്ന പേരിൽ ബർഗർ കിങ് എന്നൊരു ചെറിയ ലഘുഭക്ഷണം. നമ്മൾ പോയ ഫ്രാൻസ്, ജർമ്മനിന്റെ കപ്പനായിട്ട് വരും സ്വിറ്റ്സർലാൻഡ്. കാരണം ഇവിടെ മൾട്ടിപ്പിൾ ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നത്. ജർമ്മൻ, ഫ്രഞ്ച്, ഇറ്റാലിയൻ, റൊമാൻസ് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ ഭാഷ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ സേഫ് ആണ്. നമുക്ക് ഇംഗ്ലീഷ് അല്ലാതെ വേറെ ഒന്നും അറിയില്ല. ഇതൊരു ചെറിയ വില്ലേജ് ആണ്. ഇതാണ് നമ്മുടെ അക്കോമഡേഷൻ. ആ കാണുന്ന മലച്ചെരുവിലൂടെയൊക്കെ ട്രെയിൻ സർവീസ് ഉള്ളതാണ്. ഇതൊരു 2 ബെഡ്റൂം ചെറിയ വീടാണ്. Airbnb ത്രൂ ആണ് നമുക്ക് ഈ ഒരു വീട് കിട്ടിയത്. സൂരിച്ച് അല്ലെങ്കിൽ ഇന്റർലാഗ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ടൂറിസ്റ്റുകൾ കൂടുതലായിട്ട് അക്കോമഡേഷൻ പ്രിഫർ ചെയ്യുന്നത്. കാരണം അവിടുന്ന് ടൂറിസ്റ്റ് സ്പോട്ടിലേക്ക് പോകാൻ കുറച്ച് ദൂരമുള്ളൂ. നമ്മളിവിടെ 3 ദിവസം നിൽക്കുന്ന റേറ്റ് ആണ് അവിടെ ഒരു ദിവസം ആവുന്നത്. ഇത്രയും ഹൈപ്പുള്ള ഈ നാടിന്റെ ഭംഗി നാളെ മുതൽ നമ്മൾ ആസ്വദിക്കാൻ പോവാണ്. കണ്ടത് നിജം, കാണാത്തത് പോയി. ബൈ.